തൗറാത്തും പുകഴ്ந்த നബിയേ, തങ്കമലൈ തേജിച്ച നബിയേ, ആമന്നാ ബി റസൂലില്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹു ഹഖ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഏറ്റവും സ്നേഹ ബഹുമാന ആദരവുകൾ കൊണ്ട് അനുഗ്രഹീതരായ പരിശുദ്ധമായ പരിപാവനമായ പവിത്രമായ ഈ ഇൽമിന്റെ മജ്ലിസ്, അതിലുപരിയായി ദക്ഷിണ കേരള ലജ്നത്തുൽ മുഅല്ലിമീൻ ഇസ്ലാമിക വൈജ്ഞാന രംഗത്ത് 7 പതിറ്റാണ്ട് കാലമായി ജാതി മത വർണ്ണവർഗ ദേശഭാഷ ഭക്ഷണ വ്യത്യാസമില്ലാതെ നിസ്തുലവും നിസ്വാർത്ഥവും വ്യവസ്ഥാപിതവുമായ സേവനങ്ങൾ ഈ സാംസ്കാരിക കൈരളിക്ക് സമ്മാനിച്ച ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വിദ്യാഭ്യാസ ഘടകമായ ദക്ഷിണ കേരള ലജ്നത്തുൽ മുഅല്ലിമീൻ, അതിന്റെ പല്ലാരിമംഗലം മേഖല, അൽഹംദുലില്ലാഹ് സുമ്മൽ ഹംദുലില്ലാഹ്, ആ പല്ലാരിമംഗലം മേഖലയിലെ ഉസ്താദുമാർക്ക് അവർക്ക് അവരുടെ ജീവിതത്തിന്റെ സായം സന്ധിയിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും സങ്കടങ്ങളൊക്കെ വരുമ്പോൾ ഒരു കൈത്താങ്ങായി മാറാൻ അല്ലാഹു തആല പ്രത്യേകം തിരഞ്ഞെടുത്ത ആളുകൾ അവരുടെ സമ്പത്തിൽ നിന്നും അല്പാൽപമായി കൊടുത്ത് അത് സ്വരൂപിച്ച് പുണ്യമായ ഒരു ഗേഹം ഇവിടെ നിർമ്മിക്കപ്പെട്ടിരിക്കുകയാണ്. ദക്ഷിണ കേരള ലജ്നത്തുൽ മുഅല്ലിമീൻ ചേർത്തല മേഖല ഇതുപോലെ ഒരു ആസ്ഥാന മന്ദിരം വടുതലയിൽ നിർമ്മിക്കുകയും അതിന്റെ ഉദ്ഘാടന സമയത്ത് അവിടുത്തെ ഉസ്താദുമാരിൽ ഒരാൾ പറഞ്ഞ ഒരു കാര്യം ഇപ്പോഴും ഞാൻ ഓർക്കുകയാണ്. എവിടെയോ ഉള്ള ഉസ്താദുമാർക്ക് എന്തിനാണ് ഇങ്ങനെ കുറച്ച് ബിൽഡിംഗ് അതിങ്ങനെ കെട്ടിക്കൊടുക്കുന്നത് എന്തിനാണ് എന്ന് ചോദിക്കുന്ന ആളോട് പറയാനുള്ളത്, എല്ലാവർക്കും ഒരു കുടുംബമുണ്ടാകും. എല്ലാവർക്കും പ്രയാസം വരുമ്പോ സങ്കടം വരുമ്പോ ഒന്നിരിക്കാനും അതുപോലെ തന്നെ പരസ്പരം പ്രതിസന്ധികളുള്ള ആളുകൾ ചർച്ച ചെയ്യാനും അത് പരിഹരിക്കാനുമുള്ള ഒരു സ്ഥലം പലപ്പോഴും കണ്ടെത്താറുണ്ട്. ഈ ചേർത്തല മേഖലയിലെ ഉസ്താദുമാർക്ക്, മദ്രസയിൽ പഠിപ്പിക്കുന്ന പള്ളി ഇമാമുമാരായ ഉസ്താദുമാർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഇവിടെ വന്നിരുന്ന് നിങ്ങൾക്ക് പരസ്പരം നിങ്ങളുടെ പ്രയാസങ്ങൾ പറഞ്ഞ് അത് പരിഹരിക്കാനുള്ള വഴി നമുക്ക് കണ്ടെത്താം. അതിനുള്ള ഒരു വേദി കൂടിയാണ് ഇത് എന്ന് ആ ഒരു സമയത്ത് ഒരു ഉസ്താദ് പറഞ്ഞതുപോലെ പല്ലാരിമംഗലം മേഖല അൽഹംദുലില്ലാഹ് ഇവിടെ മുമ്പത്തെ ഉസ്താദുമാരൊക്കെ പറഞ്ഞതുപോലെ ഒരു കൊച്ചു പൊന്നാനിയാണ്. കൊച്ചു എന്ന വാക്ക് അവിടെ മാറ്റിയിട്ട് വലുത് എന്ന് തന്നെ വെക്കേണ്ടതുണ്ട്. കാരണം പല്ലാരിമംഗലം എന്ന് കേൾക്കുമ്പോൾ തന്നെ അതൊരു മുസ്ലിം ബെൽറ്റ് അല്ലേ എന്ന് പല ആളുകളും ചോദിക്കാറുണ്ട്. അതെ, അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല നമുക്കെല്ലാവർക്കും ഇസ്സത്ത് പ്രദാനിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പവിത്രമായ ഈ സദസ്സിന് അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന കടിഞ്ഞാൻ പഠിക്കുന്ന ബഹുമാനപ്പെട്ട അൻവർ ബാഖവി ഉസ്താദ് അവറുകൾ, അതുപോലെ തന്നെ നമ്മുടെ ഈ സ്തുത്യർഹമായ ഈ ഒരു മജ്ലിസിൽ ദുആ കൊണ്ട് നമ്മെ അനുഗ്രഹിച്ച എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ കൂടിയാകുന്ന സൈനുദ്ദീൻ ബദരി ഉസ്താദ് അവറുകൾ, അതുപോലെ സ്വാഗതം പറഞ്ഞ ബഹുമാനപ്പെട്ട ശിഹാബുദ്ദീൻ ബാഖവി ഉസ്താദ്, ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാനപ്പെട്ട മുഹമ്മദ് ബാഖവി ഉസ്താദ് അവറുകൾ, അതുപോലെ തന്നെ ഇവിടെ ആശംസകൾ പറഞ്ഞ ഒരുപാട് ആശംസകൾ പറയാൻ വേണ്ടി ഒരുപാട് ഉസ്താദുമാരുടെ പേരുകൾ ഇവിടെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ഒരുപാട് മഹത്തുക്കളായ ഉസ്താദ്, എല്ലാവരുടെയും പേര് എടുത്തു പറയേണ്ടതാണ്.
നമ്മുടെ കാലാവസ്ഥ ഇപ്പോൾ അനുകൂലമാണ്, എപ്പോഴാണ് പ്രതികൂലമാകുന്നതെന്നറിയില്ല. അള്ളാഹുവിന്റെ റഹ്മത്ത് ഏത് സമയത്തും വരാമല്ലോ. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് ഇനി കൂടുതൽ ആമുഖങ്ങളൊന്നുമില്ലാതെ നമുക്ക് കുറച്ച് ദുന്യവിയായ ഉഖറവിയായ വിജയങ്ങൾക്ക് വേണ്ടിയുള്ള ചില കാര്യങ്ങൾ സംസാരിച്ച് ഇൻഷാ അള്ളാഹ് അവസാനം ദുആ ചെയ്ത് നമുക്ക് പിരിയാം. അള്ളാഹു തആല നമ്മുടെ ഒരുമിച്ച് കൂടലും നമ്മുടെ പിരിയലും എല്ലാം പരിപൂർണമായി ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാനപ്പെട്ട എൻ്റെ ബദരിയ കോളേജ് അത് പറയുമ്പോൾ അൽഹംദുലില്ലാ എനിക്കിങ്ങനെ ഈ ഉസ്താദുമാർ സത്യം പറഞ്ഞാൽ സാധാരണ ആദ്യമായിട്ടാണ്. ഇപ്പൊ ഒരു 31 വയസ്സായി, ഡിസംബർ ആകുമ്പോൾ 31 വയസ്സാകും. ആദ്യമായിട്ട് വല്ലാഹി ആദ്യമായിട്ടാണ് ഇത്ര ഉസ്താദുമാരിയ്ക്കുന്ന ഒരു സദസ്സിൽ വന്നിട്ട് പ്രസംഗിക്കുന്നത്. വല്ലാത്ത ബേജാറുണ്ട്. സാധാരണ ഉപ്പാപ്പമാരും അതുപോലെ ഉമ്മുമ്മമാരും അവരുടെയൊക്കെ മുന്നിലാണ്. അപ്പൊ അവർക്ക് കിതാബിയായ വലിയൊരു ചർച്ചയൊന്നും അവിടെ ആവശ്യമില്ല. അവിടെ കുറച്ച് ചരിത്രങ്ങളും കുറച്ച് പാട്ടൊക്കെ മതി. ഇപ്പൊ സത്യം പറഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാണ് പടച്ചവനെ കുറച്ച് കിതാബും കൂടെ നോക്കേണ്ടതായിരുന്നു എന്നൊരു തോന്നല്. അൽഹംദുലില്ലാ എന്തെങ്കിലുമൊക്കെ പറയുന്നതിൽ അബദ്ധങ്ങൾ സംഭവിച്ചാൽ അത് ഉണർത്തി തരാം. അൽഹംദുലില്ലാ അല്ലാഹു തആല നമ്മൾ പറയുന്ന കേൾക്കുന്ന കാര്യങ്ങൾ അള്ളാഹുവിന് പൊരുത്തപ്പെട്ട കാര്യങ്ങളാക്കി സ്വീകരിക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട പല്ലാരിമംഗലം ഖത്തീബും മുദരിസുമാകുന്ന എൻ്റെ ശരീക്കുമാകുന്ന ബഹുമാനപ്പെട്ട അമീൻ ബദ്രി ബാക്കവി ഉസ്താദ് അവറുകളുണ്ട്. അതുപോലെ എൻ്റെ കൂടെ പഠിച്ച എൻ്റെ ശരീക്കന്മാരായ പിന്നെ ഫൈസൽ ബദ്രി ഉസ്താദ്, അതുപോലെ ഉവൈസ് ബദ്രി ഉസ്താദ്. പിന്നെ നമ്മൾ ഒരിക്കലും വിസ്മരിക്കാൻ പാടില്ല, നമ്മുടെ പരിപാടിക്ക് വേണ്ടി അഹോരാത്രം ഒരുപാട് ഉസ്താദ് ഇരിക്കുന്ന എല്ലാവരും കഷ്ടപ്പെട്ടവരാണ്, എല്ലാവരും ഓടി നടന്നവരാണ്. ഇതിലേക്ക് 1 രൂപയെങ്കിലും ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് സ്വതക്ക കിട്ടുമോ എന്ന് അന്വേഷിച്ച് നടന്ന അൽഹംദുലില്ലാ നല്ല ഒരു രൂപത്തിൽ ഈ കോലത്തിൽ നമുക്കാക്കി തന്നിട്ടുണ്ട്. അതിനുവേണ്ടി ഒരുപാട് പേര് പരിശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഇതിന്റെ സ്വാഗത സംഘം ചെയർമാൻ സിദ്ദീഖ് റഹ്മാൻ ഉസ്താദ് അവർകൾ, അതുപോലെ തന്നെ വളരെ എന്നെ വിളിക്കുകയും ഇതിലേക്ക് ക്ഷണിക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ ടി കെ മുഹമ്മദ് ബദരി ഉസ്താദ് അവർകൾ, ഇങ്ങനെ ഒരുപാട് പേര് പറയാത്തതും പറഞ്ഞതുമായ ഒരുപാട് പേരുണ്ട്. അള്ളാഹുവെ പടച്ചവനെ ഞങ്ങൾ എല്ലാവരുടെയും ഒരുമിച്ച് കൂടൽ നീ പരിപൂർണമായി ഖബൂൽ ചെയ്യണേ അല്ലാഹുവേ. ഈ ഒരു സംരംഭത്തിന് വേണ്ടി ഒരുപാട് മുഅ്മിനീങ്ങൾ ഒരുപാട് മുഅ്മിനാത്തുകൾ അകമഴിഞ്ഞ് സഹായിച്ചിട്ടുണ്ട്, സഹകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ ഈ ഒരു സ്ഥലം നമുക്ക് കുറഞ്ഞ വിലക്ക് നമുക്ക് തന്ന വിളക്കത്തന്നല്ലേ ആ കുടുംബത്തിന്റെ വിളക്കത്ത് ഉസ്താദ്, അല്ലാഹു തആല ആ ഉസ്താദിന്റെ ഖബറിടം വിശാലമാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആ ഉസ്താദിന്റെ മക്കൾ ഒരുപാട് പേരുണ്ട്, അവരൊക്കെ അൽഹംദുലില്ലാഹ് നല്ലൊരു സഹകരണം ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ നാട്ടിലുള്ള പല്ലാരിമംഗലത്തുള്ള ഒരുപാട് സമ്പന്നന്മാരും പാവപ്പെട്ടവരും അകമഴിഞ്ഞ് സഹായിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും സ്വതക്ക അള്ളാഹു അറിയുന്നവരാണ്, അള്ളാഹു അറിഞ്ഞിട്ടുണ്ട്, അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇവിടെ ഏത് സദസ്സിലും ഞാൻ അനുസ്മരിക്കുന്ന എൻ്റെ ചില ഗുരുനാഥന്മാരുണ്ട്. ഇങ്ങനെ എഴുന്നേറ്റ് നിന്ന് എന്തെങ്കിലുമൊക്കെ പറയാൻ അള്ളാഹുവെ ആവതും ഊർജവും ആർജവും നൽകിയ എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, അതിലുപരിയായി ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ വഫാത്തായി പോയ നൂറുൽ ഉലമ ഷേഖുന ഫരീദുദ്ദീൻ ഉസ്താദ് അവറുകൾ, അതുപോലെ തന്നെ ജൗഹറുൽ ഉലമ മഹാനായ മൂസ ഉസ്താദ് അവറുകൾ, സൈനുൽ ഉലമ മഹാനായ ചേലക്കളം ഉസ്താദ് അവറുകൾ, അതുപോലെ തന്നെ എൻ്റെ ഭാര്യ പിതാവ് ബഹുമാനപ്പെട്ട മർഹൂം എംഎച്ച് അലിയാർ ഉസ്താദ് ഉൾപ്പെടെ, അതുപോലെ ഇവിടെ നിന്ന് മരണപ്പെട്ടു പോയ വിളക്കത്ത് ഉസ്താദ് ഉൾപ്പെടെ ഒരുപാട് മഹത്തുക്കൾ ഇന്ന് ഖബറിലാണ്. അവരുടെയൊക്കെ ആത്മീയമായ സാന്നിധ്യം ഈ സദസ്സിലുണ്ട് എന്നതിന് യാതൊരു സംശയവുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോടൊപ്പം നമുക്കെല്ലാവർക്കും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേരാനുള്ള മഹാസൗഭാഗ്യം നന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സമയം 8:15 പോകുന്നു. 8:15 ഒരു 9:15 9:30 വരെ ഇരിക്കോ? 9:30 വരെ ഇരിക്കൂ എന്നുള്ളവർ ഒന്ന് കൈവയ്ക്കേ. അൽഹംദുലില്ലാ, അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. അതിനു മുമ്പ് റഹ്മത്ത് വന്നാൽ, അള്ളാഹുവിന്റെ റഹ്മത്ത് വന്നാൽ നമുക്ക് ചുരുക്കാം. നമ്മളിവിടെ സംസാരിക്കുന്നത് പ്രത്യേകമായ വിഷയമൊന്നും തന്നിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയാവുന്ന 1-2 കാര്യങ്ങൾ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമുക്ക് പിരിയാം. നമ്മുടെ ജീവിതം അതിൽ ദുനിയാവിലും ആഖിറത്തിലും നമ്മൾ വിജയിക്കാനാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾ ആരും പരാജയപ്പെടാൻ ആഗ്രഹിക്കുന്നവരല്ല, വിജയിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ജീവിതത്തിൽ വിജയിക്കാൻ ദുനിയാവിലും ആഖിറത്തിലും നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ചില ആളുകൾ കരുതുന്നത് ജീവിതത്തിൽ വിജയിക്കാൻ ഒരുപാട് സമ്പത്ത് വേണമെന്നാണ്.
മറ്റു ചില ആളുകൾ കരുതിയിട്ടുള്ളത് ജീവിതത്തിൽ വിജയിക്കാൻ വലിയ വീട് വേണം, അല്ലെങ്കിൽ ഒരുപാട് ഭൂസ്വത്ത് വേണം, അല്ലെങ്കിൽ ഒരുപാട് മക്കൾ വേണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ ജീവിതത്തിൽ വിജയിക്കാം എന്ന് കരുതിയവരാണ് നമ്മളിൽ ഭൂരിഭാഗം ആളുകളും. ഒരിക്കലുമല്ല. എത്ര വലിയ പണക്കാരനാണെങ്കിലും ആ ചിരിക്കുന്ന മുഖത്തിന്റെ പിന്നിൽ ഒരുപാട് വിഷമത്തിന്റെ, ടെൻഷനിന്റെ, പ്രയാസത്തിന്റെ, ആവലാതിയുടെ, വേവലാതിയുടെ, ഉത്കണ്ഠയുടെ മുഖമുണ്ടാകും. എനിക്ക് എപ്പോൾ, എവിടെ നിന്ന്, എത്ര, എന്തൊക്കെ, ആരൊക്കെ തരാനുണ്ട് എന്ന ചിന്ത അവനിക്കുണ്ടാകും. നിങ്ങൾക്കറിയുമോ എന്ന് എനിക്കറിയില്ല, 2009 ഒരു സർവേ നടന്നു. അത് ലോകത്ത് ഏറ്റവും വലിയ സമ്പന്നൻ ആരാണ് എന്ന സർവേയാണ്. അതില് ആ ലിസ്റ്റില് ലോകത്തിലെ 36ാമത്തെ ധനികൻ, ലോകത്തിലെ തന്നെ പണക്കാരിൽ 36ാമത്തെ സ്ഥാനമുള്ള ധനികൻ ജർമ്മൻകാരനായ 72 വയസ്സുള്ള അഡോൾഫ് മെർക്കിൽ എന്ന് പറയുന്ന ഒരു സായിപ്പാണ്. മൂപ്പര് 36ാമത്തെ പണക്കാരനാണ്. അദ്ദേഹത്തിന്റെ ബാങ്കിലുള്ള ആ ബാലൻസ് എന്ന് പറഞ്ഞാൽ, അദ്ദേഹത്തിന്റെ മൊത്തത്തിലെ ആസ്തി എന്ന് പറഞ്ഞാൽ $14 ബില്യൺ. $14 ബില്യൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ രൂപയിലേക്ക് മാറ്റുമ്പോൾ ഏകദേശം 1,98,90,90,00,000 രൂപ. ഏകദേശം 1,15,098,90,00,000 രൂപ. നമുക്കിത് പറയാൻ തന്നെ ബുദ്ധിമുട്ടാണ്. അത്രമാത്രം സമ്പത്തായിരുന്നു ലോകത്തിലെ 36ാമത്തെ സമ്പന്നന് ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരുപാട് കമ്പനികൾ ഇദ്ദേഹത്തിനുണ്ട്. ആ പല കമ്പനികളിലും പല ഇടിവുകളും സംഭവിച്ച് നഷ്ടം സംഭവിച്ചു. അദ്ദേഹത്തിന്റെ $14 ബില്യൺ നിന്നും $5 ബില്യൺ നഷ്ടം സംഭവിച്ചു. $14 ഉണ്ടായിരുന്നു, അതിൽ $5 ബില്യൺ നഷ്ടപ്പെട്ടു. ബാക്കി എത്രയുണ്ട്? 9 ബില്യൺ. 9 ബില്യനായി അദ്ദേഹത്തിന്റെ സമ്പത്ത് കുറഞ്ഞു. ഈ 9 ബില്യൺ സമ്പത്ത് കുറഞ്ഞപ്പോൾ അദ്ദേഹം തന്റെ മാനേജർമാരെയൊക്കെ വിളിച്ചുകൂട്ടി. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്താ ഇതെങ്ങനെ നമ്മൾ പരിഹരിക്കും, ഇത് വല്ലാത്തൊരു അവസ്ഥയാണ് എന്നൊക്കെ മൂപ്പരിങ്ങനെ ഭയങ്കര ബേജാറിൽ സംസാരിക്കുകയാണ്. ആ സമയത്ത് അവിടെയുള്ള മാനേജർമാർ പറഞ്ഞു, നമുക്കിത് 1 മാസം കൊണ്ട് നമുക്കിത് ക്ലിയർ ചെയ്യാൻ പറ്റും, ഒരൊറ്റ മാസം കൊണ്ട് നമുക്കിത് ക്ലിയർ ചെയ്യാൻ പറ്റും, അതുകൊണ്ട് ബേജാറാവണ്ട എന്ന് അദ്ദേഹത്തെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. എന്നാൽ 2 ആഴ്ച കഴിയുമ്പോൾ ജർമ്മനിയിലുള്ള പത്രമാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് എന്തെന്നറിയോ? ഇദ്ദേഹം ജർമ്മനിയിലെ അറിയപ്പെട്ട ഒരു റെയിൽവേ ട്രാക്കില് തലയറ്റ് കിടക്കുന്ന രൂപമാണ്. ആത്മഹത്യ ചെയ്തു. എന്താ കാരണം? $5 ബില്യൺ നഷ്ടം സംഭവിച്ചു. 5 ബില്യൺ എന്ന് പറഞ്ഞാൽ 5 ബില്യൺ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നികത്താൻ പറ്റൂല എന്ന് കരുതിയതാണ്. പക്ഷേ ബാക്കിയുള്ള $9 ബില്യൺ, 9 ബില്യൺ ഏകദേശം 73,978,65,00,000 രൂപ മൊത്തം ആസ്തി ഉണ്ടായിട്ട് നഷ്ടം സംഭവിച്ചു എന്ന് പറഞ്ഞ് അദ്ദേഹം ആത്മഹത്യ ചെയ്തു. ഞാനൊന്ന് ചോദിക്കട്ടെ, കാശില്ലാഞ്ഞിട്ടാണോ? കാശുണ്ട്, പൈസയുണ്ട്, എന്താ ഇല്ലാതെ പോയത്? മനസ്സമാധാനമാണ്. അപ്പൊ പൈസ എത്ര ഉണ്ട് എങ്കിലും വിജയിക്കാൻ ദുനിയാവിലോ ഒരുപക്ഷെ ആഖിറത്തിലോ സാധിക്കണമെന്നില്ല. എന്നാൽ ഈ പല്ലാരിമംഗലംകാരെ സംബന്ധിച്ചിടത്തോളം അൽഹംദുലില്ലാഹ്, ഇവിടെയുള്ള സമ്പന്നന്മാർ, ഇവിടെയുള്ള പാവപ്പെട്ടവർ അവരുടെ വരുമാനത്തിൽ നിന്നും കിട്ടുന്ന ഒരു അല്പം എടുത്തിട്ട് പരിശുദ്ധമായ ഈ ഒരു ഗേഹത്തിന് വേണ്ടി, ഈ ഒരു സംരംഭത്തിന് വേണ്ടി ആരൊക്കെ സ്വതക്ക ചെയ്തിട്ടുണ്ടോ ആ സ്വതക്ക ചെയ്ത പൈസയായിരിക്കും പല്ലാരിമംഗലം മുസ്ലിം ജമാഅത്തിന്റെ പരിസരത്തുള്ള ആ 6 അടി മണ്ണിൽ പോയി കിടക്കുമ്പോ നമ്മുടെ ഖബറിലേക്ക് ഈ ദുനിയാവിൽ നിന്ന് എന്തെങ്കിലും വരാനുണ്ടെങ്കിൽ ഈ കൊടുത്ത പൈസകളായിരിക്കും ഇൻഷാ അല്ലാഹ്. അത് മാത്രമേ വരാനുള്ളൂ. അല്ലാഹു തആല നമ്മുടെ സമ്പത്തെല്ലാം ജാരിയായ സ്വതക്കയിൽപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞാൻ പറയട്ടെ, കാശ് വേണ്ട എന്നല്ല, പൈസ വേണം. സ്വഹാബിമാർക്കിടയിൽ എത്രയോ സമ്പന്നന്മാരുണ്ടായിരുന്നു. സ്വഹാബിമാർക്കിടയിൽ അറിയപ്പെടുന്ന രണ്ട് വലിയ സമ്പന്നന്മാർ, ഒന്ന് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു.
ആരാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ? മൂന്നാം ഖലീഫയാ. റസൂലിന്റെ മുത്തുനബി മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ മരുമോന, ആ മുത്തായ റസൂലിന്റെ മരുമോനാകുന്ന മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ആകെയുള്ള സമ്പത്ത്, ഉസ്മാൻ തങ്ങളുടെ ആസ്തി, ഇന്നത്തെ ആധുനിക സൗദി പണ്ഡിതന്മാർ മൂപ്പരുടെ ജീവിതം പരിശോധിച്ചിട്ട് പറയുന്നു, അദ്ദേഹത്തിന് 4 ബില്യൺ സൗദി റിയാലായിരുന്നു അദ്ദേഹത്തിന്റെ മൊത്തം ആസ്തി എന്നാണ്. 4 ബില്യൺ സൗദി റിയാൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ രൂപയിലേക്ക് നമ്മൾ അതാക്കിയാൽ ഏകദേശം 9,000 കോടി. 9,000 കോടിയായിരുന്നു ആർക്കുണ്ടായിരുന്നത്? മഹാനായ ഉസ്മാൻ തങ്ങൾക്ക് ഉണ്ടായിരുന്നു. അപ്പൊ പൈസ വേണ്ടെന്നാണോ? പൈസ വേണം. അതിനേക്കാൾ ഭയങ്കര പണക്കാരനായിരുന്നു മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു തആല. ഞാൻ പറഞ്ഞു വരുന്നത്, പൈസ നമുക്ക് വേണം, പക്ഷെ അതുകൊണ്ട് മാത്രം വിജയിക്കാൻ പറ്റുമെന്ന് നമ്മളാരും കരുതുന്നില്ല, കരുതാനും പാടില്ല. അൽഹംദുലില്ലാഹ്, നമ്മുടെ സദസ്സ് എന്തുകൊണ്ടും ദുആക്ക് ഇജാബത്തുള്ള സദസ്സാണ്. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾക്ക് നീ ഹലാലായ സമ്പത്ത് തരണേ അല്ലാ. ഹറാമായ ശുബഹത്തിന്റെ മുതലിനെ തൊട്ടും ഹറാമായ സമ്പത്തിനെ തൊട്ടും ഞങ്ങളെ എല്ലാവരെയും നീ കാക്കണേ റഹ്മാനെ. മുതഅല്ലിമീങ്ങളുള്ള സദസ്സാണ്, ഒരുപാട് ഉപ്പമാരുള്ള സദസ്സാണ്, ഒരുപാട് ഉമ്മമാരുള്ള സദസ്സാണ്. അല്ലാഹു നമ്മുടെ സദസ്സിനെ പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഗലി ഗോയി അപ്നി ने शहर अपने कोई कहा जिन पिता थे कहा रात करते. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വലാത്തിന്റെ സദസ്സാണേ, മറന്നു പോവല്ലേ. സ്വലാത്തിന്റെ സദസ്സാണേ, മറന്നു പോവല്ലേ. കർന ബദലി റസൂലോം കി ഹോതി രഹി ചന്ദ് ബദലി കനിക്ലാ ഹമാരാ നബി. അദമ്യമായ അനുരാഗത്തിന്റെ അലമാലയൊഴിയാത്ത ആഴക്കടലുകൾ അകതാരിലാവാഹിച്ച് പകലിരവുകളുടെ അതിരടയാളങ്ങളെ അവഗണിച്ച് പ്രേമഭാജനത്തിന്റെ പ്രകീർത്തനങ്ങൾ പ്രഘോഷണം ചെയ്ത് പ്രപഞ്ചം പ്രഫുല്ലമാക്കിയ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ആ മുത്ത് റസൂൽ നമുക്ക് പറഞ്ഞു തരുകയാണ്, ദുനിയാവിൽ വിജയിക്കണോ, ആഖിറത്തിൽ വിജയിക്കണോ, 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കണേ, 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കണേ. ഒരിക്കൽ മദീന പള്ളിയിലേക്ക് അല്ലാഹുവിന്റെ ഹബീബ് കടന്നു വരികയാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സമയത്ത് പരിശുദ്ധരായ സ്വഹാബിമാര് ആ മദീന പള്ളിയുടെ അകത്തളത്തിലിരുന്നു കൊണ്ട് ഇങ്ങനെ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. ആ സമയത്ത് മുത്ത് ഹബീബ് ചോദിക്കുകയാണ്, സഹാബാ, എന്താണ് നിങ്ങൾ സംസാരിക്കുന്നത്? എന്താണ് നിങ്ങൾ പറയുന്നത്? ഞാനും കൂടി ഒന്ന് കേൾക്കട്ടെ. ആ സമയത്ത് അതിൽപ്പെട്ട ഒരു പാവപ്പെട്ട സ്വഹാബി എഴുന്നേൽക്കുകയാ, എന്നിട്ട് പറയുകയാണ്, നബിയേ യാ റസൂലല്ലാഹ്, എന്റെ ജീവിതത്തിൽ വലിയ പ്രയാസമാണ് നബിയേ, സങ്കടമാണ് നബിയേ, പ്രശ്നമാണ് നബിയേ, പ്രതിസന്ധിയാണ് നബിയേ. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ എന്റെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യുന്നത്, പറയുന്നത്. ആ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് മുത്തുനബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുകയാണ്, സ്വഹാബാ, ഞാനൊരു കാര്യം പറഞ്ഞു തരട്ടെ. എന്താണ് ഈ കാര്യം എന്നറിയോ? മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാം, മഹാപ്രവാചകനാകുന്ന ദാവൂദ് നബി അലൈഹിസ്സലാം ഉണ്ടല്ലോ, ആ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു തആല പറഞ്ഞു കൊടുത്ത കാര്യങ്ങളാണ്. അത് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. എന്നിട്ട് മുത്ത് ഹബീബ് പറയുകയാണ്, അർബഉം മൻ ഉഅതിയഹുന്ന ഫഖദ് ഉഅതിയ ഖൈറദ് ദുനിയാ വൽ ആഖിറ. സ്വഹാബാ, 4 കാര്യങ്ങളുണ്ടല്ലോ. 4 കാര്യങ്ങൾ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അവൻ ആരാവട്ടെ, അവൻ പണ്ഡിതനാവട്ടെ, അവൻ പാമരനാവട്ടെ, അവൻ സമ്പന്നനാവട്ടെ, അവൻ ദരിദ്രനാവട്ടെ, അവൻ പെണ്ണാവട്ടെ, അവള് പെണ്ണാവട്ടെ, ആരാണെങ്കിലും അവരുടെ ജീവിതം ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കണോ? 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. 4 കാര്യങ്ങൾ ശ്രദ്ധിക്കുക മാത്രമല്ല, ഈ 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചവന്റെ ജീവിതത്തിൽ ഇത് ഇല്ല എങ്കിൽ അവൻ ഉണ്ടാക്കി കൊണ്ടുവരേണ്ടതുമാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, സ്വഹാബാ, 4 കാര്യങ്ങൾ ശ്രദ്ധിക്കണേ, 4 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവണേ. ഒന്നാമത്തേത് എന്തെന്നറിയോ? ഖൽബുൻ ഷാകിർ, നന്ദിയുള്ള ഹൃദയമാണ്.
അൽഹംദുലില്ലാ പറയാൻ നമുക്ക് എന്തെങ്കിലും ഒരു തടസ്സമുണ്ടോ? എത്രയെത്രയോ നിഅമത്തുകളാണ് പടച്ചവൻ നമുക്ക് തന്നിട്ടുള്ളത്. അല്ലാഹുവിന്റെ ഹബീബിന്റെ ഈ ഹദീസ് ഇങ്ങനെ ചർച്ച ചെയ്തിട്ട് മുഹദ്ദിസീങ്ങൾ പറയുകയാണ്, ഒരു മനുഷ്യനും വെറുതെ അല്ലാഹ്ക്ക് നന്ദി പറയണ്ട, ഒരാളും വെറുതെ അൽഹംദുലില്ലാ എന്ന് പറയണ്ട, മറിച്ച് അവൻ അല്ലാഹു കൊടുത്തിട്ടുള്ള, അല്ലാഹു നമുക്ക് തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ 1 2 3 4 5 എന്ന് എണ്ണിയിട്ട് ആ അല്ലാഹു തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് മാത്രം നീ നന്ദി പറഞ്ഞാൽ മതിയടാ. പക്ഷേ അല്ലാഹു നിങ്ങൾക്ക് തന്നിട്ടുള്ള, അല്ലാഹു നമുക്ക് തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ എണ്ണാൻ തുടങ്ങിയാൽ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനല്ലേ പറയുന്നത്, ഇല്ല ഇല്ല സാധിക്കില്ല, തീരില്ല. എത്ര എണ്ണാൻ തുടങ്ങിയാലും പടച്ചവൻ നമുക്ക് തന്നിട്ടുള്ള അനുഗ്രഹങ്ങളെ, നിഅമത്തുകളെ എണ്ണി തീർക്കാൻ നമ്മെ കൊണ്ട് സാധിക്കില്ല. അതുകൊണ്ട് അല്ലാഹു നമുക്ക് തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ അത് മനസ്സിൽ കണ്ട്, അത് കണ്ണുകൊണ്ട് കണ്ട്, അത് മനസ്സിൽ കൊണ്ടുവന്നിട്ട് നീ അൽഹംദുലില്ലാ പറയണമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് നമുക്ക് പറഞ്ഞു തരുകയാ. എന്റെ മുത്തുമുഅ്മിനീങ്ങളെ, പലപ്പോഴും നമ്മളൊക്കെ പല ഉസ്താദുമാരുടെ വഅദുകളിലും സദസ്സുകളിലും ക്ലാസുകളിലും കേട്ടിട്ടുള്ള ഒരു ചരിത്രമുണ്ടല്ലോ. ഒരിക്കൽ മഹാനായ മൂസാ നബി അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവേ ജീവിതത്തിന്റെ സായം സന്ധിയിൽ ഇങ്ങനെ നടന്നു പോകുമ്പോ, ഒരു കടൽക്കരയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ബീച്ചിലൂടെ നടന്നു പോവുകയാ. ഒരു ബീച്ചിലൂടെ മൂസാ നബി ഇങ്ങനെ നടന്നു പോകുകയാ. ആ സമയത്ത് ആ കടൽക്കരയിൽ ഒരു മനുഷ്യൻ, അയാൾ ഇങ്ങനെ തന്റെ തല ഇങ്ങനെ ആകാശത്തേക്ക് ഉയർത്തിയിട്ട് ഇങ്ങനെ എന്തോ വർത്തമാനം പറയുന്നു. പലപ്പോഴും ദേഷ്യത്തിൽ സംസാരിക്കുന്നു, പലപ്പോഴും ദേഷ്യത്തിലും അശ്ലീല വാക്കുകൾ അല്ലെങ്കിൽ തെറി വാക്കുകൾ പോലും ഉപയോഗിക്കുന്നുണ്ട്. എന്താണ് അയാൾ പറയുന്നത്? മൂസ നബി അലൈഹിസ്സലാം അങ്ങോട്ട് കടന്നു ചെന്നിട്ട് നോക്കുമ്പോ ഒരു മനുഷ്യൻ, അയാൾക്ക് 2 കൈയില്ല, 1 കാലില്ല. 2 കൈയില്ലാത്തൊരു മനുഷ്യൻ, കാല് ഭാഗികമായി തകർന്ന ഒരു മനുഷ്യൻ, 2 കണ്ണുകളും ആകാശത്തേക്ക് ഉയർത്തിയിട്ട് അയാൾ ഇങ്ങനെ എന്തോ വർത്തമാനം പറയുന്നുണ്ട്. ആ സമയത്ത് മൂസാ നബി അലൈഹിസ്സലാം ചെന്നിട്ട് ശ്രദ്ധിച്ച് കേൾക്കുമ്പോ അയാൾ പറയുന്നത് എന്താണ്? അല്ലാഹുവിനെ കുറ്റം പറയുകയാണ്, പടച്ചോനെ കുറ്റം പറയുകയാ. എന്താ പറയുന്നത്? റബ്ബേ, യാ റബ്ബ്, അല്ലാഹുവേ നീ എത്ര ക്രൂരനാണ്, അല്ലാഹു നീ എത്ര മോശപ്പെട്ടവനാണ്, നീ എത്ര കാഠിന്യമുള്ളവനാണ്, നീ എത്ര കരുണയില്ലാത്തവനാണ്. എനിക്ക് 2 കൈയില്ല, എന്റെ കാല് ഭാഗികമായി തകർന്നിരിക്കുകയാണ്, എനിക്ക് സമ്പത്തില്ല, എനിക്ക് കുടുംബമില്ല, എനിക്ക് സ്ഥാനമാനങ്ങളില്ല. പക്ഷേ നിന്റെ പ്രവാചകനാകുന്ന മൂസാക്ക് നീ 2 കണ്ണ് കൊടുത്തു, കാല് കൊടുത്തു, കൈ കൊടുത്തു, സമ്പത്ത് കൊടുത്തു, എല്ലാം കൊടുത്തിട്ടുണ്ട്. ഞാൻ പാവപ്പെട്ടവനായതുകൊണ്ടാണോ നീ എനിക്കതൊന്നും തരാതിരുന്നത് എന്ന് ആ മനുഷ്യൻ ഇങ്ങനെ പറയുകയാണ്. ആ സമയത്താണ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അങ്ങോട്ട് കടന്നു ചെല്ലുന്നത്. മൂസാ നബി അലൈഹിസ്സലാം ആ മനുഷ്യന്റെ തോളിൽ ഇങ്ങനെ കൈയിട്ടു. അയാൾ തിരിഞ്ഞു നോക്കുമ്പോ പ്രവാചകരാകുന്ന മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചു, എന്താണ് മോനെ നീ പറയുന്നത്? എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? നിനക്ക് സമ്പത്തില്ലാത്തതാണോ പ്രശ്നം? നിനക്ക് സ്ഥാനമാനില്ലാത്തതാണോ പ്രശ്നം? ഞാനൊരു കാര്യം പറയട്ടെ, എന്റെ മുഴുവൻ സമ്പത്തും നിനക്ക് തരാം, എന്റെ 2 കൈയും നിനക്ക് ദാനം തരാം, എന്റെ സ്ഥാനമാനങ്ങൾ നിനക്ക് തരാം, എന്റെ കുടുംബത്തെ നിനക്ക് തരാം. പക്ഷേ അല്ലാഹു നിനക്ക് തന്നിട്ടുള്ള അനുഗ്രഹങ്ങളിൽപ്പെട്ട ഒരു അനുഗ്രഹമാകുന്ന നിന്റെ വലത് കണ്ണുണ്ടല്ലോ, നിന്റെ വലത് കണ്ണ് മാത്രം എനിക്ക് ചുഴിന്ന് തരുമോ? എന്റെ സ്ഥാനമാനങ്ങളും എന്റെ സമ്പത്തും മുഴുവനും ഞാൻ നിനക്ക് തരാമെന്ന് മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ മനുഷ്യനോട് പറയുമ്പോ അയാൾ മൂസ നബിയോട് പറയുന്നു, മൂസാ, എന്റെ ഈ കണ്ണ് ഞാൻ തന്നാ ഞാൻ എങ്ങനെയാണോ കാണുന്നത്, ഞാൻ ഈ ലോകം എങ്ങനെയാണ് കാണുന്നത്, എനിക്ക് തരാൻ പറ്റൂല. ആ സമയത്ത് മൂസ നബി പറയുകയാണ്, മോനെ, നിനക്ക് 2 കണ്ണിനും കാഴ്ചയുണ്ടല്ലോ, എത്രയോ മനുഷ്യരാണടോ 2 കണ്ണിനും കാഴ്ചയില്ലാത്തവരുള്ളത്, എത്രയോ മനുഷ്യനാണടോ 1 കണ്ണിന് മാത്രം കാഴ്ചയുള്ളത്. അതുകൊണ്ട് അല്ലാഹു നിനക്ക് തന്നിട്ടുള്ള ഈ അനുഗ്രഹമുണ്ടല്ലോ, ആ അനുഗ്രഹത്തെ നീ മറന്നു പോവല്ലേ, നീ ശുക്ർ ചെയ്യുന്നവനാവണേ എന്ന് പറഞ്ഞിട്ട് മൂസ നബി പോവുകയാണ്. ഉടൻ തന്നെ ആ മനുഷ്യൻ പറയുന്നു, അല്ലാഹുവേ, എനിക്ക് അബദ്ധം പറ്റിയതാണ്, എനിക്ക് നീ പൊരുത്തപ്പെട്ടു തരണേ.
എന്റെ മുഅ്മിനീങ്ങളെ, ഞാനും നിങ്ങളുമെല്ലാം എത്രയോ ഭാഗ്യവാന്മാരാ, എത്രയെത്രയോ ഭാഗ്യവാന്മാരാ. അൽഹംദുലില്ലാഹ് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അതിന് മാത്രമേ സമയമുണ്ടാകൂ. അത്രമാത്രം നിഅമത്തുകളാണ് പടച്ച തമ്പുരാൻ ഈ പറയുന്ന എനിക്കും നിങ്ങൾക്കും തന്നിട്ടുള്ളത്. അതുകൊണ്ട് മനസ്സറിഞ്ഞ് നമുക്കൊരു ഹംദ് പറഞ്ഞാലോ? എല്ലാവരും ഒന്നിച്ചു പറ, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. നിസ്കാരം കഴിയുമ്പോ പറയാറുണ്ട് അൽഹംദുലില്ലാഹ്. അതൊന്നും പോരാ, അതൊന്നും ആവൂല. മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബ. മഹത്തുക്കൾ പഠിപ്പിക്കുന്ന വാചകമാ. എന്ത്? നമ്മുടെ ഈ ശരീരം, ആ ശരീരത്തെ പറ്റി മാത്രം നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് ശുക്ർ ചെയ്യാനേ നേരം ഉണ്ടാകുന്ന. നമ്മുടെ ഈ ബോഡി ഉണ്ടല്ലോ, നിങ്ങളുടെ ശരീരം, എന്റെ ബോഡി, എന്റെ ശരീരം, ഇതൊരു കൊച്ചു പ്രപഞ്ചമാണ്. ചെറിയ ഒരു വേൾഡാണ്, ഒരു ലോകമാണ്. നമ്മളൊക്കെ സ്കൂളുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മുടെ മക്കൾ പഠിക്കുന്നുണ്ട്. എന്ത്? നമ്മുടെ ലോകത്ത്, നമ്മുടെ പരിസരത്ത്, നമ്മുടെ അന്തരീക്ഷത്തിൽ, നമ്മുടെ ചുറ്റുപാടും ഒരുപാട് മൂലകങ്ങളുണ്ട്, അല്ലെ? ഒരുപാട് മൂലകങ്ങൾ. ഓക്സിജൻ ഉണ്ട്, അയൺ, കാർബൺ, ഹൈഡ്രജൻ, കാൽസ്യം, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, സൾഫർ, മഗ്നീഷ്യം, അയഡിൻ, കോപ്പർ, സിങ്ക്, സിലിക്കോൺ തുടങ്ങി ഒരുപാട് മൂലകങ്ങളുണ്ട്. ലോകത്തുള്ള എല്ലാ മൂലകങ്ങളും എവിടെയുണ്ട്? ഈ പറയുന്ന എന്റെ ശരീരത്തുണ്ട്, നിങ്ങളുടെ ശരീരത്തിലുണ്ടെന്നാണ്. എല്ലാം അല്ലാഹു തആല വേണ്ട സ്ഥലത്ത് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഫിറ്റിങ്ങിൽ എന്തെങ്കിലും ഒരു കുറവ്, കൂടുതലോ കുറവോ വന്നാൽ നമ്മുടെ ബാലൻസ് തെറ്റും. പലരും മുട്ടുവേദനയാണ്, ശരീരവേദനയാണ്, എന്താ പറയുന്നത്? യൂറിക് ആസിഡിന്റെ പ്രശ്നമാണെന്ന്, അല്ലെ? അതും അല്ലാഹു നമുക്ക് തന്നിട്ടുള്ളൊരു സംവിധാനമാണ്. നമ്മുടെ എല്ലുകൾ ഓരോ ജോയിന്റുകൾക്കിടയിലും ഒരു രസം പോലെ അല്ലാഹു തആല വെച്ചിട്ടുണ്ട്. അത് കുറവോ കൂടുതലോ വന്നാൽ നമുക്ക് വേദന എടുക്കും. എനിക്കിപ്പോ അൽഹംദുലില്ലാഹ് ശരീരത്തിന് വേദനയില്ല. നമ്മളിൽ പലർക്കും ഒരു വേദന, ഒരു പ്രശ്നമില്ല. നമുക്ക് എഴുന്നേക്കാം, ഇരിക്കാം, ചാടാം, ഓടാം. എന്താ? നമുക്ക് അല്ലാഹു തന്നിട്ടുള്ള സംവിധാനത്തിൽ വലിയ പ്രശ്നമൊന്നും ഇതുവരെ വന്നിട്ടില്ല. അല്ലാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഇവിടെ നമുക്ക് ഈ ഒരു സംരംഭത്തിലേക്ക് ഒരുപാട് പേര് സഹായം തന്ന സമയത്ത് ഒരുപാട് പേര് ഈ രോഗങ്ങളുടെ കാര്യം പറഞ്ഞ ദുആ വസിയത്ത് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ പടച്ചവനെ, ആരൊക്കെ എന്തൊക്കെ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നോ, പ്രശ്നത്തിൽ അകപ്പെട്ടു പോയ ഒരു കുടുംബത്തില് ഞാനിങ്ങോട്ട് വന്നപ്പോ ഒരു ഉമ്മ വിളിച്ച് പറഞ്ഞതാണ്, ഉസ്താദേ പ്രത്യേകം ദുആരക്കണം. എന്റെ ഭർത്താവിനും എന്റെ മൂത്ത മകൻ 23 വയസ്സുള്ള അജ്മൽ, എന്റെ ഇളയ മകൻ 19 വയസ്സുള്ള മുഹമ്മദ് സിറാജ്, 3 പേർക്കും അല്ലാഹു നമ്മളെ കാക്കട്ടെ, ക്യാൻസർ രോഗമാണ്. ഉസ്താദ് ദുആരക്കണം. ആകെ കുടുംബത്തിൽ 4 പേരേ ഉള്ളൂ, അതിൽ 3 പേർക്കും ഈ അസുഖമാണ്. ഇത്ത മാത്രമാണ് ഇപ്പോ സലാമത്തായിട്ടിരിക്കുന്നത്. അല്ലാഹു ഇവിടെ അവർക്ക് നീ ശിഫാ കൊടുക്കണേ ശിഫാ കൊടുക്കണേ അല്ലാഹുവേ. അതുപോലുള്ള മാരകമായ ഒരു അസുഖവും ഞങ്ങൾക്ക് നീ തന്ന് ഞങ്ങളുടെ ഈമാനിനെ നീ പരീക്ഷിക്കല്ലേ റഹ്മാനെ. എപ്പോഴും നമ്മൾ ദ്വാരക്കണം. നമ്മുടെ ഈ ശരീരം കോടിക്കണക്കിന് രൂപയുടെ മുതലാണ്. നമ്മുടെ തലച്ചോറ് വിറ്റ എത്ര കാശിട്ടെന്നറിയോ? നമ്മുടെ കണ്ണ്, നമ്മുടെ ഹൃദയം, വൃക്ക, കരൾ, കിഡ്നി, പാൻക്രിയാസ്, രക്തം, ത്വക്ക്, നരമ്പ് എല്ലാം വിറ്റാലും കോടിക്കണക്കിന് രൂപയാണ് കിട്ടുന്നത്. കോടിക്കണക്കിന് രൂപ ഒരു ദിവസം. ഞാൻ ചോദിക്കട്ടെ, ഒരു ദിവസം വല്ലാത്ത അത്ഭുതമാണ് പടച്ചോ നമുക്ക് തന്നിട്ടുള്ളത്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇൻഷാ അല്ലാഹ് അത് നമുക്ക് പറയാൻ പറ്റുന്ന രൂപത്തിൽ പറഞ്ഞു നിർത്താം. നമ്മുടെ ഈ വായ അതിങ്ങനെ ഒരു ദിവസം രാവിലെ സുബഹി നിസ്കാരം മുതൽ പിറ്റേന്ന് ഇശാ വരെ നമ്മളൊന്ന് വായ ഇങ്ങനെ തുറന്നു വെക്കുക. എന്നിട്ടൊരു 1 ലിറ്ററിന്റെ കുപ്പി ഇങ്ങനെ വെക്കുക. നമ്മുടെ വായിലുള്ള ഉമിനീരില്ല, തുപ്പല്, അതിങ്ങനെ ഒലിച്ചൊലിച്ചൊലിച്ച് വരും. അടക്കരുത് വാ. അങ്ങനെ നമ്മള് രാവിലെ മുതൽ രാത്രി വരെ അതിങ്ങനെ വെച്ചാൽ 1 ലിറ്റർ ഉമിനീര് കിട്ടുമെന്നാണ്. 1 ലിറ്റർ ഉമിനീര് കിട്ടുമെന്നാണ്. ഒരു മനുഷ്യൻ ഒരു ദിവസം എത്ര പ്രാവശ്യം ശ്വസിക്കുമെന്നറിയോ? ഇപ്പൊ ഞാനിവിടെ വന്നിട്ട് ഇപ്പൊ നമ്മുടെ പ്രസംഗം തുടങ്ങിയിട്ട് ഏകദേശം 31 മിനിറ്റ് 40 സെക്കൻഡായി. ഞാനിപ്പോ എത്ര പ്രാവശ്യം ഇവിടെ വന്നിട്ട് ശ്വാസം എടുത്തു, നിശ്വസിച്ചു, ഞാൻ അറിഞ്ഞിട്ട് പോലും ഇല്ല, അല്ലെ? ഇപ്പൊ നിങ്ങളിവിടെ വന്നു, ഇപ്പൊ പറഞ്ഞപ്പോ ചിലകൻ ഇങ്ങനെ എടുത്തു നോക്കണ്ടാവും, അല്ലെ? നമ്മൾ അറിഞ്ഞിട്ട് പോലും ഇല്ല ഈ ശ്വാസം എടുക്കുന്നു, നിശ്വസിക്കുന്നു. ഒരു ദിവസം ഒരു മനുഷ്യൻ രാവിലെ എഴുന്നേറ്റത് മുതൽ ഉറങ്ങുന്നത് വരെ 24,000-ലധികം പ്രാവശ്യം ശ്വാസം എടുക്കുന്നു, നിശ്വസിക്കുന്നു. ആ 24,000-ൽ ഒരു കുറവ് വരും. ഏതെങ്കിലും ഒരു സെക്കൻഡിൽ നിലച്ചു പോയാൽ അപ്പൊ നമ്മൾ മരണപ്പെടും. അല്ലാഹുവേ പടച്ചു, നീ നമുക്ക് തന്നിട്ടുള്ള, അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തന്നിട്ടുള്ള അനുഗ്രഹം. നമ്മൾ ഈ കൊറോണയുടെ സമയത്ത് മാസ്ക് ഇടാൻ പറഞ്ഞു.